രാവിലെ തന്നെ കുഞ്ഞാപ്പികൾ വന്നിട്ട് ഭയങ്കര കളിയായിരുന്നു കേട്ടോ. മൂന്ന് പേരും കൂടി സ്പ്രിങ് പോലെയായിരുന്നു ചാടിത്തുള്ളി കളിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ എൻ്റെ കൈ ഇങ്ങനെ വരച്ച് കാണിച്ചപ്പോൾ ഓടി വന്ന് എൻ്റെ കൈ തല്ലിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. രാവിലെ തന്നെ വലിയവന്മാരൊക്കെ കറങ്ങാൻ പോകും കേട്ടോ. അത് കഴിഞ്ഞപ്പോഴാണ് ഇവന്മാർ അടുക്കളയിൽ നിന്ന് വന്നിട്ട് ഭയങ്കര കളി തുടങ്ങി. ഈ ഒരു പ്രായത്തിലെ പൂച്ചക്കുഞ്ഞുങ്ങൾ കളിക്കണ കാണാൻ എന്ത് രസമല്ലേ. വെറുതെ ഇങ്ങനെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കാം, സമയം പോകുന്നത് അറിയേയില്ല. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് പകൽ സമയത്തൊക്കെ ഇവർ ഇവിടെ തന്നെയാണ് കേട്ടോ. രാത്രി മാത്രമേ അടുക്കളയിലേക്ക് പോകാറുള്ളൂ ഉറങ്ങാൻ വേണ്ടി. അപ്പൊ ഇവരുടെ ജിഞ്ചു ചേച്ചിയും കളിക്കാൻ വന്നിട്ടുണ്ട്. ജിഞ്ചുവിനാകെ ഒരാളെ മാത്രമേ പരിചയം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ബാക്കിയുള്ളവരായിട്ട് പരിചയപ്പെടുന്നതേ ഉള്ളൂ. പക്ഷെ അധികം നേരം ഒന്നും വേണ്ടി വന്നില്ല, അപ്പോൾ തന്നെ എല്ലാവരും കൂട്ടായി. വൈറൽ ഇൻഫെക്ഷൻ വന്ന് 5 പേര് മരിച്ചു പോയല്ലോ. ഇവളുടെ പ്രായത്തിലുള്ളവരും അതിനേക്കാളും ചെറിയ പ്രായമുള്ളവരൊക്കെയാണ് കേട്ടോ മരിച്ചുപോയത്. അതുകൊണ്ട് ഇവൾക്ക് കൂട്ടുണ്ടായിരുന്നില്ല. അമ്മയും അമ്മയുടെ അനിയത്തിയൊക്കെ ആയിട്ടാണ് കേട്ടോ കളി ഉണ്ടായിരുന്നത്. ഇവര് വലുതായപ്പോഴാണ് കേട്ടോ ഇവൾക്ക് കളിക്കാൻ കൂട്ടായത്. ഇതിൽ 2 പേരെ അവൾ അധികം കണ്ടിട്ടില്ല, അതുകൊണ്ട് അതിൻ്റെതായ ഒരു പ്രശ്നമൊക്കെ ഉണ്ട്, ഇടയ്ക്ക് അടിക്കുന്നൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞപ്പോഴേക്കും ശരിയായിട്ടോ. അവനവിടെ കിടത്തി കടിച്ചുകൊണ്ടിരിക്കുവാണ്. പക്ഷെ വേദന എടുപ്പിക്കുന്ന രീതിയിലൊന്നും അല്ല കേട്ടോ കടിക്കുന്നത്. ഭയങ്കര ജെന്റിലായിട്ട് മാത്രമേ കടിക്കുന്നുള്ളൂ. ഇവൾക്ക് കളിക്കാൻ പ്രായത്തിലുള്ളത് കിയാൻ മാത്രം ഉണ്ടായുള്ളൂ. കിയാൻ ആണെങ്കിൽ വലിയ കുട്ടിയായതുകൊണ്ട് ഇപ്പൊ വീട്ടിലേ വരാറില്ല. വല്ലപ്പോഴൊക്കെ വരും, ഫുഡ് കഴിക്കും, പോകും. കിയാൻ 7 മാസം ഉള്ളൂ കേട്ടോ പ്രായം, എന്നാലും വീട്ടിൽ കയറാറില്ല. എന്തായാലും ഇവന്മാര് കളിക്കാൻ വന്നതോടുകൂടി ജിഞ്ചു ബേബി ഹാപ്പിയാണ്. പിന്നെ ഇവന്മാരുടെ അമ്മ ചക്കി ബാക്കിയുള്ളവരൊക്കെ ഭയങ്കര ഉപദ്രവമാണ് കേട്ടോ. അതുകൊണ്ട് കുറച്ചു നേരമൊക്കെ കളിപ്പിച്ചു കഴിഞ്ഞ് ഇവർ തിരിച്ചു തന്നെ കൊണ്ടാക്കും അവളുടെ അടുത്തേക്ക്. അല്ലെങ്കിൽ അവൾ അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ പറയണ്ട, ബാക്കി എല്ലാവരെയും ഉപദ്രവിക്കും. ഇവളെ പേടിച്ചാണെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ ഇറങ്ങി പോവുകയും ചെയ്തു.